കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാവണമെന്നോ UDFന്റെ മുഖ്യമന്ത്രി ആരാവണമെന്നോ പറയാൻ ഞങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യം അല്ല അവകാശവുമില്ല. അത് മറ്റു പാർട്ടികൾ നോക്കേണ്ട കാര്യമല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇന്നലെ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗ് നേതാക്കളും ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ട് പുറത്തു വന്നതിന് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞ 3 വാചകങ്ങളുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു, ഇനി ഇത് ഇവരവിടെ പോയി ഡൽഹിയിൽ പോയിട്ട് അവരുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ച് അതിന്റെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കും, അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നിലപാട് പറയും. ഇത് കേൾക്കുന്ന ഏതൊരു മലയാളിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്തൊരു സമ്മർദ്ദ രാഷ്ട്രീയമുണ്ട്. CLP ലീഡറെ കോൺഗ്രസ് തീരുമാനിക്കുന്നതിന് അവർക്കെല്ലാ അവകാശവുമുണ്ട്. ജനാധിപത്യത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ഇതുവരെ കേരളത്തിൽ മുന്നണി സർക്കാരുകൾ ഭരിക്കുമ്പോഴെല്ലാം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിന്റെ ആശങ്ക നേരത്തെ മുതലേ നമ്മൾ പറഞ്ഞു കേട്ടത്, UDF അധികാരത്തിൽ വന്നാൽ നിയന്ത്രണം മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കുമൊക്കെ ആയിരിക്കും. ഇത് വലിയ ചർച്ചയായതാണ് കേരളത്തിൽ. തുടക്കത്തിലെ കാണുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും, അങ്ങനെയാണ് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത്. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം 10 വർഷം കൊണ്ട് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമ്മർദ്ദ രാഷ്ട്രീയം പൊതുസമൂഹത്തിനാകെ നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസിന് ആര് നേതാവായാലും ഇവിടെ ആര് മുഖ്യമന്ത്രിയായാലും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. മുസ്ലിം ലീഗ് ഇതിനകത്ത് സമ്മർദ്ദ രാഷ്ട്രീയം ചെലുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ല, അത് ആ വാചകം നിങ്ങൾക്കാർക്കും ആ വാചകം ഞാൻ അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അത് ആ വാചകം വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഇനി ഇവർ പോയിട്ട് ഹൈക്കമാൻഡ് പ്രതിനിധികൾ പോയിട്ട് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവരെ കണ്ട് നിലപാട് എന്താണെന്ന് വീണ്ടും ഞങ്ങളെ അറിയിക്കും. അതിനുശേഷം ഞങ്ങൾ കാര്യങ്ങൾ പറയും. എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം പച്ചയായിട്ടുള്ള വസ്തുതയാണ്. അല്ല, അങ്ങനെ വഴങ്ങോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ വഴങ്ങിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ, തുടക്കത്തിലെ ഇതാണ് നടക്കുന്നതെങ്കിൽ 5 വർഷം എന്തായിരിക്കുമെന്നുള്ള ആശങ്കയാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. മുസ്ലിം ലീഗിന്റെ പറയുന്നതെല്ലാം ആരുടെ വാക്കുകളാണെന്നുള്ളത് നമ്മളിപ്പോൾ ഈ കേരളത്തിൽ ഇനി ഒരു പുതിയതായിട്ട് ആൾക്കാരെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം മുഴുവൻ തീരുമാനിക്കപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാർ റൂമിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുകയും ഈ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞു കഴിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് നൽകരുത്. അല്ല, വിദ്യാഭ്യാസ വകുപ്പ് ഒരു ദേശീയ കക്ഷി ഏറ്റെടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹം. കാരണം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്തെല്ലാം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇടവന്നിട്ടുണ്ട്. അത് വേണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആളുകൾ അഭിപ്രായം പറയും. ഞങ്ങളെ എപ്പോഴത്തെ നിലപാട് വിദ്യാഭ്യാസ വകുപ്പ് ഒരു മത കക്ഷിക്ക്, ഒരു വർഗീയ കക്ഷിക്ക് കൊടുക്കരുത്, അതൊരു ദേശീയ കക്ഷിക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക്. അല്ല, വിചാരിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലെയാണ്. ഞങ്ങൾ വിചാരിച്ച പോലെയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷമേ പറയാൻ പറ്റുള്ളൂ. മത്സരിച്ച എല്ലാ സീറ്റുകളും വിജയിക്കും എന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള മൂഢസ്വർഗത്തിലൊന്നും അല്ലല്ലോ BJP ഉള്ളത്. BJP നല്ല മുന്നേറ്റമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത്. 3 സീറ്റിൽ ഞങ്ങളിപ്പോൾ ജയിച്ചു. ഇനി വരുന്ന നാളുകളിൽ ജയിക്കാൻ പാകത്തിലുള്ള അനേകം സീറ്റുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇനി LDFന്റെ ഈ ദയനീയമായ പതനം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പം തന്നെ ഈ സാമുദായിക ഏകീകരണത്തിനും വർഗീയ ശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പിനും എല്ലാം ഒരു മറുപടിയും അവർ പറഞ്ഞിട്ടില്ല. ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട LDF കൺവീനറുടെ പ്രസ്താവന കേട്ടു. കേരളത്തിലുടനീളം
ഉണ്ടായിട്ടുള്ള സാമുദായിക ചേരിതിരിവ്, വളരെ ബോധപൂർവമായിട്ടുണ്ടായിട്ടുള്ള ചേരിതിരിവിനെ LDF കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ വിലയിരുത്തലിൽ എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ അവർ വീണ്ടും പഴയ നിലയിൽ തന്നെ പോകാനാണ് തീരുമാനിച്ചത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദമായിട്ട് വിലയിരുത്തി. തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അടിയൊഴുക്കുകൾ എന്തൊക്കെയാണ്, വരും ദിവസങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ പറ്റിയൊരു ആവേശം ഇപ്പോൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളത് വളരെ ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.